എംപിമാരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടായിരിക്കുമോ ഈ ഒരു അന്തിമ പട്ടിക വരാനിരിക്കുന്നത്? കാരണം അത്തരത്തിൽ എംപിമാരെ പരിഗണിക്കേണ്ടതില്ല എന്നാണല്ലോ കനകരു പറയുന്നത്. എംപിമാരെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കനകരുവിനോടുള്ളത്. ഇതുകൂടാതെ കേരളത്തിലെ നേതൃയോഗം അവർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം തന്നെയാണ് എംപിമാരെ പരിഗണിക്കേണ്ട എന്നുള്ളൊരു കാര്യം. ഇക്കാര്യം അടൂർ പ്രകാശിനെ ഒരു പരിധിവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് കെ സുധാകരനാണ്. കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി 12:45 മുതൽ 2 മണിവരെ സുധാകരന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ പോയിരുന്ന ഷാഫി പറമ്പിലും എ.പി. അനിൽകുമാറും നിരന്തരം സംസാരിച്ചിട്ട് പോലും സുധാകരനെ പാർട്ടി ലൈനിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു തുടർ സംഭാഷണത്തിലൂടെ ഇത് എത്തിക്കാം എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് അവർ പിരിഞ്ഞത്. പക്ഷേ പുലർച്ചെ 2 മണിവരെ കണ്ട് സംസാരിച്ച ഒരു സുധാകരനായിരുന്നില്ല പിന്നീട് ഉച്ചയ്ക്ക് കാണുന്നത്. കാര്യം അദ്ദേഹം മത്സരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാര്യം സുധാകരനെ ചതിച്ചു എന്നുള്ള ഒരു ഫീലിങ്സ് കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് അധ്യക്ഷ പദം ഒഴിയാനായി ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാന ഒരു മാനദണ്ഡം അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കണം എന്നുള്ളതായിരുന്നു. അതപ്പോൾ പരിഗണിക്കാം, ആ സമയം നോക്കി പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞെങ്കിൽ പോലും അത് തനിക്ക് നൽകിയ ഉറപ്പാണ്. അതുകൊണ്ട് നിർബന്ധമായി മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യത്തോട് ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി ഇത് ഈ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിക്കുമോ അതോ സുധാകരന് വേണ്ടി ഇളവ് നൽകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇത് കണ്ടറിയേണ്ടത്. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കും. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെ ആയിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ തീരുമാനമെടുക്കുക. അതുകൊണ്ട് സുധാകരന്റെ കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കാം എന്നുള്ള ഒരു തീരുമാനം വരാൻ തന്നെയാണ് സാധ്യത.